വെണ്ടയ്ക്ക ഇഷ്ടമാണെങ്കിലും അതിന്റെ സ്റ്റിക്കിനെസ് കാരണം തോരൻ വെക്കാത്തവര് ഇവിടെ കമോൺ. വെണ്ടയ്ക്ക ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, വട്ടത്തിലാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ചെറുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത്, പിന്നെ ചതച്ച മുളകും. കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനോട് കൂടെ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളകും കൂടെ ചേർക്കാം. ക്രഷ്ഡ് റെഡ് ചില്ലി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്ത് ചതച്ചാൽ മതി. ഇനി ഇത് അത്യാവശ്യം ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അധികം എരിവ് വേണ്ടാത്തവര് പച്ചമുളകിന്റെയും ചതച്ച മുളകിന്റെയും ഒക്കെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. അങ്ങനെ അതെല്ലാം ചേർത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് മൂക്കാത്ത വെണ്ടയ്ക്ക വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അടച്ചു വെച്ചാണ് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത്. 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്നു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. ഓരോ തവണ അടച്ചു വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം. അങ്ങനെ കവർ ചെയ്ത് വെണ്ടയ്ക്ക ഒരു 80% കുക്കായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് പേര് ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി തേങ്ങ ആഡ് ചെയ്യുന്നതാണ് ഇഷ്ടം. വെണ്ടയ്ക്കയുടെ ആ പച്ചമണം ഒക്കെ മാറി അത്യാവശ്യം ബ്രൗൺ കളർ ആകുമ്പോഴാണ് തേങ്ങ ആഡ് ചെയ്യേണ്ടത്. അതും ഒരുപാട് ആവശ്യമില്ല. തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം അധികം ടൈം കുക്ക് ചെയ്യേണ്ട വരില്ല. അതുപോലെ അടച്ചും വെച്ചിട്ടില്ല. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഉള്ളവർ എന്തായാലും ഇതുപോലെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. സ്കൂൾ ടൈം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റാണ്. ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.